ഉത്സവപ്പറമ്പുകളിലും തെരുവ് വീഥികളിലും കാണികളെ വിസ്മയിപ്പിച്ചു കടന്നുപോയ മായാജാലക്കാരെന്നും ഒരത്ഭുതമായിരുന്നു അല്ലേ? കാലമിങ്ങ് കടന്നുപോയപ്പോൾ കൺമുന്നിൽ കണ്ട ജാലവിദ്യയ്ക്ക് പിന്നിലെ രഹസ്യങ്ങൾ പലതും വെളിവായി തുടങ്ങി. അപ്പോഴും കാഴ്ചക്കാരും ഇഷ്ടക്കാരും മാജിക്കിനിപ്പോഴും പഴയതുപോലെ ഉണ്ടെന്നതാണ് സത്യം. മാജിക് വേദികൾ കുറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം കേരളത്തിൽ മാത്രം 2000-ഓളം മജീഷ്യൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു വലിയ രീതിയിലുള്ള മാജിക്കുകളാണ് നടക്കാതെ വരുന്നത്. ഇലൂഷൻ ഒരുപാട് പേരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ ട്രൂപ്പായിട്ട് വലിയ സംഘങ്ങളായി പോയിട്ടുള്ള പ്രോഗ്രാംസുകൾ ചുരുങ്ങി വളരെ കുറച്ച് ആളുകളിലേക്ക് ചുരുങ്ങി എന്നുള്ളത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ചില്ലറ നുറുങ്ങുവിദ്യകൾക്കും ഞെട്ടിത്തെറിക്കുന്ന ജാലവിദ്യകൾക്കും ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അടക്കം ശ്രദ്ധ നേടുകയാണ് മെന്റലിസം. സങ്കീർണമായ മനുഷ്യ മനസ്സിനെ തങ്ങൾക്ക് മുന്നിൽ തുറന്നെടുക്കുകയാണ് ഈ ജാലവിദ്യക്കാർ. മെന്റലിസം മാജിക് രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ അതിനെ നമ്മൾ 2 വിഭാഗമായിട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുക, അവർക്ക് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ പുറത്ത് കൊണ്ടുവരിക, അത് കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ മെന്റലിസത്തിന് നല്ല സ്കോപ്പുണ്ട്. അതുകൊണ്ട് ആളുകൾ എല്ലാവരും അതിലേക്ക് മാറുന്നു. ഇപ്പോഴും തനിക്ക് മുന്നിലേക്ക് മാജിക്കിന്റെ പിന്നിലെ രഹസ്യങ്ങൾ അന്വേഷിച്ച് വിദ്യാർത്ഥികളായി എത്തുന്നവരുടെ എണ്ണം കുറവല്ലെന്ന് പറയുകയാണ് ആനന്ദ് മേഴത്തൂർ. മാജിക് പഠിക്കാൻ വളരെ ഈസിയാണ്. പഠിക്കാനല്ല ബുദ്ധിമുട്ട്, അതിനെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. ഇല്ലാത്തൊരു സാധനത്തിനെ സൃഷ്ടിക്കാൻ ഒരു മജീഷ്യനും കഴിയില്ല. ഉള്ളതിനെ മറ്റുള്ളവരെ കാണാതെ, നമ്മുടെ ചലനങ്ങൾ മറ്റുള്ളവരറിയാതെ അവരെ നമ്മളിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ എന്താണോ പറയുന്നത് അതുമാത്രം അവർ കേട്ട് ആ രീതിയിൽ അവരെ എൻ്റർടൈൻ ചെയ്യിക്കുക എന്നുള്ളത് തന്നെയാണ്. എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും പഠിക്കാവുന്നതും എല്ലാവർക്കും ചെയ്യാവുന്നതുമാണ്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, സ്പെഷ്യൽ അപ്രിസിയേഷൻ, ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നൽകുന്ന ഇന്ദ്രജാലത്തിലെ വേൾഡ് റെക്കോർഡ്, APJ അബ്ദുൽ കലാമിന്റെ പേരിലുള്ള കലാം വേൾഡ് റെക്കോർഡ് പുരസ്കാരം തുടങ്ങി ഒട്ടനവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ ഡോക്ടർ ആനന്ദ് മേഴത്തൂരിന് സ്വന്തമാണ്. നമ്മൾ നേരത്തെ മെന്റലിസത്തെ കുറിച്ച് പറഞ്ഞു. നമുക്കൊരു മെന്റലിസം ട്രിക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലോ? റെഡിയാണല്ലോ അല്ലേ? വളരെ പ്രശസ്തനായിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയെ ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യാവും. ജസ്റ്റ് ഇമാജിൻ. 2 പേരുകളുണ്ട്. 2 പേരുകളിലാണ് തുടങ്ങുന്നത്. അദ്ദേഹത്തിന് പേര് തുടങ്ങുന്നത് അങ്ങനെയാണ്, ഒരു സിംഗിൾ ലെറ്റർ അല്ല അല്ലേ? ഓക്കെ, ജസ്റ്റ് എൻ്റെ കയ്യിൽ ഒന്ന് ടച്ച് ചെയ്യാം. അല്ല, ആ പേര് പറഞ്ഞുകൊണ്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ടച്ച് ചെയ്യാം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നെയിം, ഫസ്റ്റ് ലെറ്റർ ഒന്ന് മനസ്സിൽ ഇമാജിൻ ചെയ്യാം. ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ABCD. എയിലാണ് തുടങ്ങുന്നത് അല്ലേ? ഓക്കെ, അദ്ദേഹത്തിൻ്റെ പേരൊന്ന് മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. വീണ്ടും ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. കറക്റ്റാണ്. ഓക്കെ, ആൽബർട്ട് ഐൻസ്റ്റീനെയാണ് മനസ്സിൽ വിചാരിച്ചത് അല്ലേ? അപ്പോൾ ഇതുപോലെ ഒരുപാട് പുതുമകളോട് കൂടി തന്നെ നമ്മളെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാജിക് അതിൻ്റെ ജൈത്രയാത്ര ഇങ്ങനെ തുടരുകയാണ്. മാജിക്കിനെ സ്നേഹിക്കുന്ന, മാജിക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്നറിയാം. ഈ ദിവസം അതിനൊക്കെ നല്ലൊരു തുടക്കമാവട്ടെ. പഠിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ പെട്ടെന്ന് പഠിക്കാൻ തയ്യാറെടുത്തോളും. അനൂപിനൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.